ഹരികൃഷ്ണൻ തുടരുന്നുണ്ട്. ഹരി, ശരിക്കും സഞ്ജുവിൻ്റെ ദിവസമായിരുന്നു. സഞ്ജു അതിനുശേഷം വൈകാരികമായാണ് പ്രതികരിച്ചത്. താൻ കാത്തിരുന്ന ദിവസമാണ്. ഇതിനു മുൻപ് സ്വന്തം നാട്ടിൽ നിന്ന് നമുക്കറിയാം വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസ് തിരിച്ചു വാങ്ങി കോച്ച് സഞ്ജുവിനെ വല്ലാതെ സഞ്ജുവിനെ അപമാനിച്ച കാഴ്ചകളൊക്കെ കണ്ടതും അതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊക്കെ വന്നതുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും. വലിയ തോതിൽ ഇനിയും ഒരു സഞ്ജുവിനൊരു അവസരം ഉണ്ടാകുമോ എന്ന് പോലും നമ്മളൊക്കെ സംശയിച്ചിരുന്നിടത്തുനിന്നാണ് ഇപ്പോൾ ആ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അങ്ങനെ വിളിക്കാം. പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സഞ്ജുവിന് ഫോം ഇല്ലാത്തത് തന്നെയാണ് സഞ്ജുവിന് തിരിച്ചടിയായി പറയാം. ഉറപ്പായിട്ടൊരു ഫോം ഇല്ലാത്ത പ്ലെയറിന് T20 ലോകകപ്പിലേക്ക് ഒരു പ്രഥമ പരിഗണന കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സഞ്ജുവിന് 5 മത്സരങ്ങളുടെ അവസരം ഇന്ത്യൻ ടീം കൊടുത്തിരുന്നു എന്നതും കൂടി നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് അവസാനത്തെ മത്സരം ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ നടന്നത്. അതിൽ 6 റൺസാണ് സഞ്ജു നേടിയത്. അപ്പോൾ ഇന്ത്യൻ ടീം ഫോഴ്സ്ഡ് ആയിരുന്നു. ഇഷാൻ കിഷൻ മറുഭാഗത്ത് നിന്ന് ആ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീം ഫോഴ്സ്ഡ് ആയിട്ട് ഇഷാൻ കിഷന് ആ ഗ്ലൗസ് നൽകുന്ന ഒരു കാഴ്ച, അത് തിരുവനന്തപുരത്ത് തന്നെ സഞ്ജുവിൽ നിന്നും ആ ഗ്ലൗസ് ഇഷാൻ കിഷൻ ഏറ്റുവാങ്ങി മത്സരം കീപ്പ് ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് സഞ്ജുവിന്റെ സ്ഥാനം പോയി. T20 ലോകകപ്പിൽ സഞ്ജുവിന്റെ സ്ഥാനമില്ല, ഇഷാൻ ആ സ്ഥാനം കൈപ്പറ്റിയിൽ ഒതുക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തന്നെയാണ് തുടക്കത്തിലെ മത്സരത്തിൽ USA-ക്കെതിരെ നമ്മൾ കണ്ടത്. എന്താണ്, ആദ്യത്തെ മത്സരത്തിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും USA-ക്കെതിരെ ഓപ്പൺ ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതോടെ ഇന്ത്യൻ ടീം സെറ്റായി എന്ന് കരുതുന്ന രണ്ടാമത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് വയ്യാത്തത് കാരണം ടീമിൽ ചെറിയൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട 5 മത്സരങ്ങളിൽ സഞ്ജുവിന്റെ ഗംഭീരമായ പ്രകടനവും. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഏറ്റുവാങ്ങിയതിനു ശേഷം സഞ്ജു സാംസന്റെ മറുപടി ഏവരെയും ഞെട്ടിച്ചതാണ്. അതായത് ഈ സമയത്തുടനീളം കഴിഞ്ഞ 6 മാസമായി എന്നെ കോച്ച് ചെയ്തുകൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് സഞ്ജു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത്. കാരണം സച്ചിൻ ബന്ധം നമ്മൾ ആരും അങ്ങനെ വാർത്താ മാധ്യമങ്ങളിലോ റിപ്പോർട്ടുകളിലോ ഒന്നും തന്നെ കണ്ടില്ല. ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ 6 മാസമായി കൂടെ ഉണ്ടായിരുന്നു. ഈ മത്സരത്തിന്റെ തലേ ദിവസം പോലും സച്ചിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉടനീളം കഴിഞ്ഞ 6 മാസമായി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് തന്റെ ഈ പെർഫോമൻസിനുണ്ടായ മാറ്റങ്ങൾ എന്ന് സഞ്ജു പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. ക്രിക്കറ്റ് ദൈവം എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന സച്ചിന്റെ ശിക്ഷണത്തിലായിരുന്നു സഞ്ജു കഴിഞ്ഞ 6 മാസം എന്ന് പറയുമ്പോൾ അത് ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അതിനേക്കാളും വളരെയധികം സ്ട്രൈക്കിംഗ് ആയി നിൽക്കുന്ന സഞ്ജുവിന്റെ ഫാമിലി സ്വാഭാവികം ഈ ടൂർണമെന്റ് ICC T20 ലോകകപ്പിന് തൊട്ട് മുന്നേ ആയിട്ട് ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് ശേഷം സഞ്ജുവിന്റെ സ്ഥാനം പോയതായി അറിയുമ്പോൾ സഞ്ജുവിന്റെ ഭാര്യയായ ചാർലത ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ചില കാര്യങ്ങൾ വിവരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ മൗനം പാലിക്കുക, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. അതേ സഞ്ജുവിന്റെ ഭാര്യ സഞ്ജുവിന് മികച്ച പ്രകടനത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നു. അതിനകത്ത് അടിക്കുറിപ്പത് തന്നെയാണ്, ചില കാര്യങ്ങൾ വിവരിക്കാൻ കഴിയില്ല, മൗനം പാലിക്കുക എന്നുള്ളത്. അതായത് മോശം സമയത്തും നല്ല സമയത്തും ഒരേ ക്യാപ്ഷൻ തന്നെയാണ് ഇടുന്നത്, പക്ഷേ ഇമോഷൻ രണ്ടും വ്യത്യസ്തമാണ്, ടീമിലെ ചാൻസസ് രണ്ടും വ്യത്യസ്തമാണ്. കഴിഞ്ഞ ദിവസം ഹർഷ്ദീപ് സിംഗ് മത്സരത്തിന് ശേഷം ഹർഷ്ദീപ് സിംഗിന്റെ ആ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ഗ്രൗണ്ടിൽ ഹർഷ്ദീപിന്റെ മൊബൈലിൽ സഞ്ജു മൊത്തത്തിൽ സെൽഫി ക്യാമറയിൽ ഒരു വീഡിയോ എടുക്കുകയാണ്. ഹർഷ്ദീപ് പറയുന്നുണ്ട്, പാച്ചി റിവെഞ്ച് ആകെയാ പാച്ചി എന്ന് പറയുന്നുണ്ട്. റിവെഞ്ച് ആയിട്ടുണ്ട്, നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ റിവെഞ്ച് സഞ്ജുവിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ആ റിവെഞ്ച് എന്നത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സഞ്ജു ഏറ്റവും നിർണായകം. ഇനി അങ്ങനെ T20-യിൽ നിന്ന് സഞ്ജുവിന്റെ സ്ഥാനം ഒന്ന് തട്ടി തെറിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറുതൊന്നും അല്ല. കാരണം ഇതൊരു ബൈലാറ്ററൽ സീരീസിലെ പരാജയമോ അല്ലെങ്കിൽ വേറൊരു ഹോം സോയിൽ അല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലത്തൊന്നുമില്ല. ഹോം സോയിലിൽ T20 ലോകകപ്പിലെ ഫൈനലിലാണ് സഞ്ജു അടിച്ചാടി. അത് അങ്ങനെയൊന്നും ആരും മറക്കാൻ പോകുന്നില്ല എത്ര ലോകകപ്പ് കഴിഞ്ഞാലും. കാരണം ഇന്ന് നമ്മൾ 2007 T20 ലോകകപ്പ് ഓർക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ 2024 ഈ ലോകകപ്പിലെ ഫൈനലും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും ഒക്കെ തന്നെ നമ്മൾ ഇനി വർഷങ്ങളോളം ഓർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ പോസ്റ്റിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അടുത്തൊരു 8-9 വർഷത്തേക്ക് സഞ്ജുവിന്റെ കരിയർ T20 ലോകകപ്പിൽ അങ്ങനെ നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. അത് പോളിഷ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ മാനേജ്മെന്റ് മാറിയ അതിഗംഭീരമായ ഒരു മത്സരം സഞ്ജുവിന്റെ ഭാഗത്ത് ഇനിയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നത് തന്നെയാണ്. ഇതാണ് സാഹചര്യം. ഏതായാലും വലിയ തോതിലുള്ള അഭിനന്ദനങ്ങൾ സഞ്ജുവിനെ തേടിയെത്തും. ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അമരക്കാരൻ സഞ്ജു ആകുമെന്ന കാര്യത്തിലും സംശയമില്ല. സൂര്യകുമാർ യാദവിൻ്റെ റിട്ടയർമെൻറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കിരീടം നേടിയ ശേഷം സൂര്യകുമാർ സ്ഥാനമൊഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്ന ഒരാൾ സഞ്ജു ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹരി, അങ്ങനെയും ചില വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവല്ലോ. ഒരുപക്ഷെ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പോലും സഞ്ജു ഇനി പരിഗണിക്കപ്പെട്ടേക്കാം എന്ന നിലയിൽ അതിനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ ഈ പുതിയ ഘട്ടത്തിൽ എത്രത്തോളമാണ്?
ഇല്ല, നമുക്ക് അതൊക്കെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന റിപ്പോർട്ടുകളല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമാണ് സഞ്ജുവിനെ പോലൊരു പ്ലെയർ പിന്നെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിലേക്ക് എങ്ങനെ എന്ത് വിശ്വസിച്ച് ക്യാപ്റ്റൻസി സ്ഥാനം കൊടുക്കുമെന്നുള്ളത്. പക്ഷെ കൺസിസ്റ്റൻസി എന്നത് ഈ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിന്ന് സഞ്ജു വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിൽ ഒരു മികച്ച കോണ്ടന്റർ എന്ന രീതിയിൽ തന്നെ മാറും. കാരണം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കുന്നത് വഴി നമുക്ക് അറിയാവുന്നതാണ്. T20യിൽ മികച്ച 3 കുറച്ചധികം മത്സരങ്ങൾ നൽകിയതിന്റെ പേരിൽ തന്നെയാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസി സ്ഥാനം ഏൽപ്പിക്കുന്നത്. രോഹിത് ശർമ്മ എന്തായാലും 2024 T20 ലോകകപ്പിന് ശേഷം റിട്ടയർ ചെയ്യുന്നു. അതോടുകൂടി ആ ക്യാപ്റ്റൻസി ബാച്ച് ഏറ്റുവാങ്ങുകയായിരുന്നു സൂര്യ. പക്ഷെ അതുപോലെ ഒരു റിട്ടയർമെന്റ് സൂര്യകുമാർ യാദവ് നടത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇറ്റ്സ് വേ ടു ഏർലി എന്നത് കൂടി പറയേണ്ടിയിരിക്കുന്നു. രോഹിതോ കോഹ്ലിയെ പോലും ഒന്നുമല്ല സൂര്യ വളരെ ലേറ്റ് ആയിട്ട് ഇന്റർനാഷണൽ ഗെയിംസിലേക്ക് വന്ന ഒരാളാണ്. ആ ഇന്റർനാഷണൽ ഗെയിംസിൽ കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അതിൽ നിന്നും ഇപ്പോ റിട്ടയർമെന്റിനുള്ള സമയമായോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെയാണല്ലോ സഞ്ജു ഏറ്റെടുക്കുക എന്നുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും നിലവിൽ T20യിൽ ക്യാപ്റ്റൻസി സ്ഥാനം ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്ലെയറിൽ ഒരാൾ തന്നെയാണ് സഞ്ജു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസത്തെ സഞ്ജുവിന്റെ മത്സരത്തിന് ശേഷം ആ റിപ്പോർട്ട്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി എന്നാണ് തന്നെ പറയാം. ഫൈനലിന് മുന്നേ തന്നെ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ്. പക്ഷെ അത് ഉറപ്പായിട്ടും അത് സഞ്ജുവിലായിരിക്കും. അത് ഇപ്പൊ നിൽക്കുന്ന വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേൽ ടീമിനെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളാണോ ഉള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും ടീം മാനേജ്മെന്റ് തോന്നുകയാണ് സഞ്ജു വളരെ വൈറ്റൽ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്നിംഗ്സ് എടുത്തു. അതും കളിച്ചതൊക്കെ തന്നെ നോക്കൌട്ട് ടീംസ് ആണ്. വേർച്വൽ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ ഈ 3 നിർണായകമായ മത്സരങ്ങളിൽ സഞ്ജുവിനെ പോലെ ആളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ വെസ്റ്റ് ഇൻഡീസിന് മുന്നിൽ തന്നെ അടിപതറിയതിന് പുറത്തായാലും. അവിടെ നിന്നുകൊണ്ടാണ് ടീമിനെ ഇങ്ങനെ ജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. പ്ലാറ്റ്ഫോം ഏതാണ്? T20 വേൾഡ് കപ്പാണ്. അവിടെ ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകൾ നിങ്ങളുടെ മേലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ടീമിന് വേറൊരു വഴിയില്ലാതെയാവും. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നമുക്ക് ഒരുപാട് തള്ളിക്കളയാൻ കഴിയില്ല. നായക സ്ഥാനം ഒരു മലയാളി ഏറ്റെടുക്കുക, അതും ഇന്ത്യൻ ടീമിന്റെ നാഷണൽ ടീമിനെ നയിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. അതിലേക്കൊക്കെ വരാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ സംഭവിച്ചില്ലെങ്കിൽ പോലും ഇൻ ദ ഫ്യൂച്ചർ ഇയേഴ്സ് ഉറപ്പായിട്ടും 2 to 3 years അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം സഞ്ജു അദ്ദേഹത്തിന്റെ പ്രൈം ഫോമിൽ നിൽക്കുകയാണ്. അദ്ദേഹം വീണ്ടും വിളിച്ചു പറയുകയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നത് തന്നെയാണ്. അപ്പം സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് റിട്ടയറുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് ഒഫീഷ്യൽ ആവുകയോ അത് കൺഫേം ചെയ്യുകയോ എന്നില്ല. ട്രോഫി വാങ്ങുന്ന സമയത്തൊന്നും തന്നെ സൂര്യ പറയാത്തത് കൊണ്ട് തന്നെ തൽക്കാലം അത് ഔട്ട് ഓഫ് ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി ഉറപ്പായിട്ടും സഞ്ജുവിന്റെ പേര് അതിനകത്ത് ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കം. ശരി, ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അഭിമാന നിമിഷം ഓരോ കേരളീയനും, ഓരോ മലയാളിക്കും, ഓരോ ഇന്ത്യക്കാരനും സഞ്ജുവിൻ്റെ ചുമലിലേറി ഒരു ലോക കിരീടം ഇന്ത്യയിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.